my dear students, welcome to Teacher at Home. Today class we are going to learn the second part of this chapter. Synthesis of plant food other than carbohydrate. We have just learned that plant synthesis carbohydrate through the process of photosynthesis. അപ്പോൾ പ്ലാന്റ്സ് കാർബോഹൈഡ്രേറ്റ് എങ്ങനെയാണ് സിന്തസിസ് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസ് വഴി. നമ്മൾ ഫോട്ടോസിന്തസിസ് ഇവിടെ കണ്ടതാണ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്താ ഫോം ചെയ്യുക? കാർബോഹൈഡ്രേറ്റും ഓക്സിജനും ഫോം ചെയ്യും. Okay, then the carbohydrate are made up of എന്തൊക്കെ കൊണ്ട് ഉണ്ടാക്കിയതാണ് carbohydrate? Carbon, hydrogen and oxygen. They are used to synthesis other components of food. അപ്പോൾ ഫുഡിന്റെ ബാക്കി കമ്പോണൻസിനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർബോഹൈഡ്രേറ്റ്സ് യൂസ് ചെയ്യുന്നത്. സച്ച് ആസ് പ്രോട്ടീൻസ്. അപ്പോൾ പ്രോട്ടീൻസിനെയും ഫാറ്റിനെയും സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് യൂസ് ചെയ്യുന്നത്. ബട്ട് പ്രോട്ടീൻസ് ആർ നൈട്രോജനസ് സബ്സ്റ്റൻസസ് which contain nitrogen. Proteins എന്ന് പറയുന്ന നൈട്രജനസ് സബ്സ്റ്റൻസസ് ആണ്. അത് എന്ത് കണ്ടെയ്ൻ ചെയ്യും? നൈട്രജൻ കണ്ടെയ്ൻ ചെയ്യും. From where do the plants obtain nitrogen? From their roots അല്ലേ? Recall the nitrogen. അതായത് എന്താ? Synthesis other components of food such as. അപ്പോൾ എന്താ വേണ്ടത് അതിന്? other components of food such as എന്തൊക്കെയാ? പ്രോട്ടീനും ഫാറ്റും സിന്തസൈസ് ചെയ്യാനും ഇതിന് ആവശ്യമാണ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? നൈട്രജനസ് സബ്സ്റ്റൻസ് ആണ് അല്ലേ? which contain എന്താണ്? Nitrogen. Nitrogenous substance which contain nitrogen. Recall the nitrogen is present in abundance in gaseous form in the air. Nitrogen കണ്ടമാനം present ചെയ്യുന്നുണ്ട്. എവിടെ? എയറിൽ. However, plants cannot absorb nitrogen in this form. Plantsന് പെട്ടെന്ന് തന്നെ നൈട്രജനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. എയറിൽ കണ്ടമാനം നൈട്രജൻ present ആണ്. Plants അത് as such അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. Soil has certain bacteria that convert the gaseous nitrogen into usable form and release into the soil. അപ്പോൾ സോയിലിൽ എന്തുണ്ട്? ബാക്ടീരിയ ഉണ്ട്. അത് കൺവേർട്ട് ചെയ്യും നൈട്രജനെ എന്താണ്? യൂസ്ഫുൾ ഫോം ആക്കാൻ. എന്നിട്ട് അത് മണ്ണിലേക്ക് റിലീസ് ചെയ്യും. ദിസ് അബ്സോർബ്ഡ് ബൈ ദ പ്ലാന്റ്സ് അലോങ് വിത്ത് വാട്ടർ. ഓൾസോ യു മൈറ്റ് ഹാവ് സീൻ ഫാമേഴ്സ് ആഡിങ് ഫെർട്ടിലൈസേഴ്സ് റിച്ച് ഇൻ നൈട്രജൻ ടു ദ സോയിൽ. ഇൻ ദിസ് വേ ദ പ്ലാന്റ്സ് ഫുൾഫിൽ ദെയർ റിക്വയർമെന്റ്സ് ഓഫ് നൈട്രജൻ അലോങ് വിത്ത് അതർ കോൺസ്റ്റിറ്റ്യൂവൻസ്. പ്ലാന്റ്സ് ക്യാൻ ദെൻ സിന്തസൈസ് പ്രോട്ടീൻസ് ആൻഡ് വിറ്റമിൻസ്. അതായത് നൈട്രജൻ അബണ്ടന്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആണ്. പക്ഷെ പ്ലാന്റ്സിന് അത് അതുപോലെ എടുക്കാൻ സാധ്യമല്ല. അവരിൽ എന്തുണ്ട്? സോയിലിൽ ചില ബാക്ടീരിയ ഉണ്ട്. അതാണ് ഈ ഗേഷ്യസ് നൈട്രജനെ യൂസബിൾ നൈട്രേറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദേ അബ്സോർബ് ബൈ ദ പ്ലാന്റ്സ് അലോങ് വിത്ത് വാട്ടർ. അപ്പോൾ വാട്ടറുടെ കൂടെയാണ് ഇത് അബ്സോർബ് ചെയ്യുന്നത്. പിന്നെ ചില ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് വിച്ച് കണ്ടെയ്ൻ നൈട്രജൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് പ്ലാന്റ്സിന് നൈട്രജൻ അവൈലബിൾ ആയിട്ട് ലഭിക്കാറ്. Plants can then synthesize proteins and vitamins. Other mode of nutrition in plants. വേറെ modes of nutrition ഏതൊക്കെയാ? There are some plants which do not have chlorophyll. ചില പ്ലാന്റ്സിന് ക്ലോറോഫിൽ ഇല്ല. They cannot synthesize food. അവർക്ക് എന്താണ്? ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. How do they survive? And from where do they derive nutrition? അവരെങ്ങനെയാണ് അതിജീവിക്കുക? അവർക്ക് എവിടെ നിന്നാണ് ന്യൂട്രീഷൻ ലഭ്യമാകുക? Like humans and animals, such plants depend on the food produced by other plants. അപ്പോൾ ഹ്യൂമൻസിനെയും അനിമൽസിനെയും പോലെ അവരെന്ത് ചെയ്യും? മറ്റ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും ഫുഡിന് വേണ്ടിയിട്ട്. ദേ യൂസ് ദ ഹെറ്ററോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഹെറ്ററോട്രോപിക്, ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. ഡു യു സീ എ യെല്ലോ വയറി ബ്രാഞ്ചഡ് സ്ട്രക്ചർ ട്വിനിങ് അറൌണ്ട് ദ സ്റ്റെം ആൻഡ് ബ്രാഞ്ചസ് ഓഫ് എ ട്രീ? This is a plant called Cuscuta, that is amarbel. It does not have chlorophyll. ഈ Cuscuta plant chlorophyll ഇല്ല. Chlorophyll, it takes redynamite. It is ready-made food from the plant on which it is climbing. അതായത് നേരിട്ട് ഏത് പ്ലാന്റിലെ ആണോ അത് അഴഞ്ഞ് കയറിയിരിക്കുന്നത് ആ പ്ലാന്റിൽ നിന്നാണ് റെഡിമെയ്ഡ് ആയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുക. The plant on which it climbs. ഏത് പ്ലാന്റിലാണോ അത് താമസിക്കുന്നത് അതിനെയാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് പറയുന്നത്. പ്ലാന്റ് ഓൺ വിച്ച് ഇറ്റ് ക്ലൈംസ്, ആ പ്ലാന്റിനെ നമ്മൾ ഹോസ്റ്റ് എന്ന് പറയും. Since it deprives most of the valuable nutrients, Cuscuta is called a parasite. അപ്പോൾ ഏത് പ്ലാന്റിലാണോ അത് ക്ലൈംബ് ചെയ്ത് നിൽക്കുന്നത് അതിനെയാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് പറയുക. ആ പ്ലാന്റിന്റെ ഫുഡ് ഡയറക്റ്റ് ആയിട്ട് ഇത് അബ്സോർബ് ചെയ്യും. Are we other animals also a kind of parasites? You should think about it and discuss with the teacher. Pateli wants to know whether mosquitoes, bed bugs, lice and leeches that suck our blood are also parasites.
അപ്പോൾ നമ്മളുടെ ബ്ലഡ് സക്ക് ചെയ്യണ ഈ സംഭവങ്ങളൊക്കെ പാരസൈറ്റ്സ് ആണോ എന്ന് നോക്കണം. ഹാവ് യു സീൻ ഓർ ഹെഡ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് ഈറ്റ് അനിമൽസ്? ചില പ്ലാന്റ്സ് എന്ത് ചെയ്യും? അനിമൽസിനെ ഈറ്റ് ചെയ്യും. There are a few plants which can trap insects and digest them. ചില പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസെക്ട്സിനെ ട്രാപ്പ് ചെയ്തിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻസെക്ട്സിനെ പിടിച്ചിട്ട് അത് ഡൈജസ്റ്റ് ചെയ്യാം. Is it not amazing? Such plants may be green or some other color. ആ പ്ലാന്റ്സ് ഗ്രീനോ അല്ലെങ്കിൽ വേറെ ഏത് കളറെങ്കിലും ആയിരിക്കാം. Look at the plant. The picture like or jug like structure in the modified form of leaf. അപ്പോൾ പിക്ചർ ലൈക്കോ നോക്കിയേ, ഇതാണ് പിക്ചർ ലൈക്ക് അല്ലെങ്കിൽ ജഗ് ലൈക്ക്. കണ്ടില്ലേ, ഇത് ലിഡ്, ഇത് ജഗ് ലൈക്ക്. ആ ഒരു സ്ട്രക്ചറിനെയാണ് മോഡിഫൈഡ് ഫോം ഓഫ് ലീഫ്. Apex of the leaf forms a lid which can open and close the mouth of the picture. അപ്പോൾ ഈ വായുള്ള ഭാഗത്ത്, വാ തുറന്ന ഭാഗത്ത് എന്തായാലും ഒരു ലിഡ് ഉണ്ട്, അതിന് ക്ലോസും ഓപ്പൺ ചെയ്യാനും പറ്റും. ഇൻസൈഡ് ദ പിക്ചർ there are hair which are directed downwards. അപ്പോൾ ആ പിക്ചറിന്റെ അകത്ത് എന്തുണ്ട്? കുറേ മുടികളുണ്ട് അല്ലേ, അത് താഴത്തേക്കാണ് പോയിന്റ് ചെയ്യണത്. When an insect lands in the picture, ഒരു പ്രാണി അതിൻ്റെ ഉള്ളിലേക്ക് ട്രാപ്പ് ആകുമ്പോൾ ലിഡ് ക്ലോസസ്, ലിഡ് അടപ്പടയും. And trapped insects get entangled into the hair. ആ ഇൻസെക്റ്റ് അതിൻ്റെ ഉള്ളിൽ പെട്ടത് ഈ മുടി അതിനെ എൻറ്റാങ്കിൾ ചെയ്യും, അതിനെ ചുറ്റിപ്പറ്റും. The lid closes and the insect is trapped. ലിഡ് അടയും, ഇൻസെക്റ്റ് അതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ആവും. ഇൻസെക്റ്റ് ഈസ് ഡൈജസ്റ്റഡ് ബൈ ദ ഡൈജസ്റ്റീവ് ജ്യൂസ് അല്ലേ. അതിനെ എങ്ങനെയാണ് ഡൈജസ്റ്റ് ആക്കുന്നത്? അതിൽ പ്രസന്റ് ആയിരിക്കുന്ന ആ ഡൈജസ്റ്റീവ് ജ്യൂസ് അതിനെ ഡൈജസ്റ്റ് ചെയ്യും. ആൻഡ് സെക്രീറ്റഡ് ഇൻ ദ പിക്ചർ ആൻഡ് ന്യൂട്രീഷ്യൻസ് ആർ അബ്സോർബ്ഡ്. സച്ച് ഇൻസെക്ട് ഈറ്റിംഗ്, അങ്ങനെ ഇൻസെക്ട് ഈറ്റിംഗ് പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻസെക്ടിവോർസ് എന്ന് പറയാം. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. Is it possible that such plants do not get all the required nutrients from the soil? അങ്ങനത്തെ പ്ലാന്റ്സിന് സോയിൽ നിന്ന് ന്യൂട്രിയൻസ് ലഭിക്കാതെ in which they grew, they do not get all the required nutrients from the soil in which they grew. Is confused. If the picture plant is green, carry out photosynthesis, then why it is, അതായത് പിക്ചർ പ്ലാന്റ് ഗ്രീൻ ആണ്, അതിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് അത് ഇൻസെക്ട്സിനെ ഫീഡ് ചെയ്യുന്നത്? Picture plant showing lid and picture. Saprophytes, saprotrops. You might have seen packets of mushroom sold in the vegetable market. അല്ലേ, നമ്മൾ എന്താ കുറേ മഷ്റൂം പാക്കറ്റുകൾ മാർക്കറ്റിൽ പോയാൽ കാണാം. You have seen fully umbrella like patches growing in the moist soil. ഈർപ്പം നിറഞ്ഞ മണ്ണിൽ നമ്മൾ എന്താ കാണാൻ പറ്റുക? ഒരു കൊട പോലത്തെ ഒരു ചെറിയ ചെടികൾ കാണാം അല്ലേ. റോട്ടിംഗ് വുഡ്, മരത്തിലും താഴെ വീണ മരത്തിലും, പിന്നെന്താണ് മഴക്കാലത്താണ് ഇത് പൊതുവെ നമ്മൾ കാണാറ്. ലെറ്റ് us find out what type of nutrient they need to survive from where they do get it. അപ്പോൾ എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത്, ആൻഡ് എങ്ങനെയാണ് അവർക്ക് ഇതൊക്കെ ലഭ്യമാവുന്നത്. ആൻഡ് മഷ്റൂം ഗ്രോയിങ് ഓൺ ഡീക്കേഡ് മെറ്റീരിയൽ. Uju wants to know how this organism acquire nutrient. അങ്ങനെയാണ് ഇവര് ന്യൂട്രിയൻസ് അക്യൂർ ചെയ്യുന്നത്. They do not have mouths like animals do. അതിനെന്തില്ല? വായില്ല അല്ലെ, അനിമൽസിനെ പോലെയുള്ള വായില്ല. They are not green plants as they lack chlorophyll. ക്ലോറോഫിൽ ഇല്ലാത്തത് കൊണ്ട് അവർ ഗ്രീൻ പ്ലാന്റ്സ് അല്ല. പിന്നെന്താണ്? They cannot make food by photosynthesis. ഫോട്ടോസിന്തസിസ് വഴിയും അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. Take a piece of bread and moisten it with water. അതായത് ഒരു പീസ് ബ്രെഡ് എടുക്കുക, അതിനെന്ത് ചെയ്യണം? വെള്ളത്തിൽ മോയ്സ്ചർ ചെയ്യുക. ലീവ് ഇറ്റ് ഇൻ എ മോയ്സ്റ്റ് വാട്ടർ പ്ലേസ് ഫോർ 2 to 3 days. പീസ് ഓഫ് ബ്രെഡ് എടുക്കുക, അതിനെ മോയ്സ്റ്റ് ചെയ്യുക, എന്നിട്ട് ഒരു സ്ഥലത്തിൽ വെക്കുക, മോയ്സ്റ്റ് വാട്ടർ പ്ലേസ് ഫോർ 2 to 3 days until fluffy patches appear. പൂപ്പൽ അതിന് മേലെ അപ്പിയർ ആവും. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ പാച്ചസ്? അതിൻ്റെ കളർ എന്താണ്? ഒബ്സർവ് ദ പാച്ചസ് അണ്ടർ ദ മൈക്രോസ്കോപ്പ് ഓർ ദ മാഗ്നിഫൈങ് ഗ്ലാസ്. മൈക്രോസ്കോപ്പിലോ മാഗ്നിഫൈങ് ഗ്ലാസ്സിൽ കൂടിയിട്ട് ഒബ്സർവ് ചെയ്യുക. റൈറ്റ് ഡൗൺ ദ ഒബ്സർവേഷൻ ഇൻ ദ നോട്ട്ബുക്ക്. യു വിൽ സി കോട്ടൺ ലൈക്ക് ത്രെഡ്സ്. അപ്പോൾ നമ്മൾ എന്താ കാണുക? കോട്ടൺ ത്രെഡ്സ് അതിൽ നമ്മൾ കാണും. സ്പ്രെഡ് ഓൺ ദ പീസ് ഓഫ് ബ്രെഡ്. ദ ഓർഗാനിസംസ് ആർ കോൾഡ് ഫംഗൈ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫംഗൈ എന്ന് പറയുക. ദേ ഹാവ് എ ഡിഫറെൻറ്റ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അപ്പോൾ അതിൻ്റെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് നല്ലോണം വ്യത്യാസമുള്ളതാണ്. ദേ അബ്സോർബ് ദ ന്യൂട്രിയൻ ഫ്രം ദ ബ്രെഡ്. അപ്പോൾ അവർ പോഷകങ്ങൾ എവിടെ നിന്നാണ്? ബ്രെഡിൽ നിന്നാണ് അവർക്കുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യണത്. ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് ഓർഗാനിസം ടേക്ക് ഇൻ ഫുഡ് ഫ്രം ഡീക്കേഡ് ആൻഡ് ഡീക്കേയിങ് മഡ്. അതായത് ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് എന്താണ്?
അവർ ന്യൂട്രിയൻസ് എവിടെ നിന്നാണ് എടുക്കുന്നത്? ഡീക്കേയിങ് മാറ്ററിൽ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് അതിന് എന്ത് പറയാ? സാപ്രോട്രോഫിക് ഓർഗാൻസം, സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയാം. ആ ഓർഗാൻസിന് സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതിനെയാണ് എന്ത് പറയുക? സാപ്രോട്രോപ്സ് എന്ന് പറയുക. അതായത് ഡീക്കേഡ് മാറ്ററിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യണതിനെയാണ് നമ്മൾ സാപ്രോട്രോഫിക് ന്യൂട്രിയൻസ് എന്ന് പറയുക. ആ ഓർഗാനിസംസിനെയാണ് സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുക. അങ്ങനത്തെ ഓർഗാൻസിനെ സാപ്രോട്രോഫ് എന്ന് പറയും. Fungi also grow on pickles, leather clothes and other articles that are left in hot and humid weather for long time. During the rainy season, they spoil many things. മഴക്കാലത്ത് അവർ പലതും നശിപ്പിക്കാറുണ്ട്. As your parents about the menace of fungi in your house, അല്ലേ? വീട്ടിലെ പാരൻസ് ഒക്കെ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. Clothes are left in hot and humid weather for long time. The fungal spores are generally present in the air. അപ്പോൾ ഇതൊക്കെ ഫംഗൽ സ്പോർസ് ഈ എന്താണ് വായുവിൽ പ്രസന്റ് ആണ്. When they land on wet and warm things, they germinate and grow. അപ്പോൾ നനഞ്ഞതും തണുപ്പുള്ള സ്ഥലത്താണ് എന്ത് പെട്ടെന്ന് അത് വളരുക. Can you figure out how can you protect our things getting spoiled? എങ്ങനെയാണ് നമ്മൾ അത് സ്പോയിൽ ചെയ്യാതെ നമ്മുടെ ഭക്ഷണ വസ്തുക്കൾ സ്പോയിൽ ചെയ്യാതെ സൂക്ഷിക്കാൻ പറ്റുക? Ujo says that his grandfather told him that his wheat fields were spoiled by a fungus. അപ്പോൾ ഗോതമ്പ് പാടം ഫംഗസ് കൊണ്ട് നശിച്ചുപോയി. He want to know if fungi causes diseases also. അപ്പോൾ ഈ ഫംഗൈ അസുഖങ്ങളും വരുത്തുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. Haley told him that many fungi like yeast and mushroom are useful. Yeast മഷ്റൂമും യൂസ്ഫുൾ ആണ് അല്ലേ? But some fungi causes എന്താണ് diseases in plants, animals including humans. ചിലത് എന്താ അസുഖങ്ങളും ഉണ്ടാക്കും. ഏതിലെ? പ്ലാന്റ്സിലും അനിമൽസിലും ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്. Some fungi are used as medicine. ചിലത് എന്തായിട്ട് യൂസ് ചെയ്യും? മെഡിസിൻസ് ആയിട്ട് യൂസ് ചെയ്യും. Some organisms live together and share both shelter and nutrients. ചില ഓർഗാനിസംസ് ഒന്നിച്ച് തന്നെയാണ് കഴിയുന്നത്, എന്നിട്ട് ഷെൽട്ടറും ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യും. ആ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? സിംബിയോസിസ് എന്ന് പറയുക. ഷെൽട്ടറും ന്യൂട്രീഷനും പ്രൊവൈഡ് ചെയ്യണത്. ഫോർ എക്സാമ്പിൾ, certain fungi live inside the root of plants. ചില ഫംഗൈ എന്ത് ചെയ്യും? വേരിൽ ജീവിക്കും അല്ലേ? The plants provide nutrient to the fungus and in turn the fungus provide water and certain nutrients. Plants ഫംഗൈന് വെള്ളവും ന്യൂട്രിയൻസ് കൊടുക്കും. പകരം എന്ത് provide nutrient to the fungus. It in turn also return എന്ത് ചെയ്യും? വാട്ടറും ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യും. Okay. In organisms called lichens, a chlorophyll containing partner which is an algae and a fungus live together. അതായത് ക്ലോറോഫിൽ കണ്ടെയ്നിങ് പാർട്ട്ണർ ആണ് ആര്? ലിച്ചൻസ്. അതിൽ ക്ലോറോഫിൽ ഉണ്ട്, ഒരു ആൽഗയാണ് അല്ലേ? The fungus provide shelter, water and mineral to the algae and in return the algae prepare and food to the fungus. അപ്പോൾ ഫംഗസ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യും? ഫുഡ്, ഷെൽട്ടർ, പിന്നെന്താ? വാട്ടറും പ്രൊവൈഡ് ചെയ്യും അല്ലേ? ആർക്ക്? ആൽഗയ്ക്ക്. ആൽഗ എന്ത് ചെയ്യും? അത് ഫുഡ് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് ഫംഗസിന് കൊടുക്കും. ഫംഗസ് ഷെൽട്ടറും വാട്ടറും മിനറൽസ് ആൽഗയ്ക്ക് കൊടുക്കും. Algae prepare food to the fungus. How nutrients are replenished in the soil? Have you seen farmers spreading manure to the fertilizer in the field? അപ്പോൾ ഫാമേഴ്സ് എന്താ ചെയ്യുന്നത്? ഫെർട്ടിലൈസർ പാടത്ത് കൊടുക്കും അല്ലേ? ഫീൽഡിൽ. Or gardeners using them in lawns or in pots. Do you know why this is done? ഫെർട്ടിലൈസേഴ്സും മാനൂസ് ഒക്കെ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? You learned that plants absorb minerals and nutrients from the soil. പ്ലാന്റ്സ് മിനറൽസും ന്യൂട്രിയൻസും എവിടെ നിന്ന് അബ്സോർബ് ചെയ്യുന്നു? സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു. സോ their amounts in the soil keep on declining. അപ്പോൾ സോയിൽ നിന്ന് അബ്സോർബ് ചെയ്യുമ്പോൾ എന്താണ്? സോയിലിൽ ഈ ന്യൂട്രിയൻസ് കുറഞ്ഞുകൊണ്ടേ വരും. കീപ്പ് ഓൺ ഡിക്ലൈനിങ്. ഫെർട്ടിലൈസർ ആൻഡ് മാനൂസ്, അതിൽ എന്തൊക്കെയുള്ളത്? നൈട്രജൻ, പൊട്ടാഷ്യം ആൻഡ് ഫോസ്ഫറസ്. ദിസ് ന്യൂട്രിയൻ നീഡ് ടു ബി ആഡഡ് ഫ്രം ടൈം ടു ടൈം. അപ്പോൾ ഇത് നമ്മൾക്ക് ഓരോ അവസ്ഥയിലും എന്താണ്? ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഇത് ആഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. ടു എൻറിച്ച് ദ സോയിൽ. സോയിലിനെ എൻറിച്ച് ചെയ്യാം. കാരണം സോയിലിൽ ഇപ്പം എല്ലാം ലോസ് ആയി കിടക്കുകയാണ്. വി ക്യാൻ ഗ്രോ പ്ലാന്റ്സ് ആൻഡ് കീപ് ദം ഹെൽത്തി ഇഫ് ക്യാൻ ഫുൾഫിൽ ദ ന്യൂട്രിയൽ റിക്വയർമെന്റ് ഓഫ് പ്ലാന്റ്സ്. അതായത് ആ പ്ലാന്റ്സ് നമ്മൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ പ്ലാന്റ്സ് എന്തായിട്ട് ഹെൽത്തിയും ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സുമായിട്ട് നമുക്ക് ലഭിക്കുള്ളൂ. യൂഷ്വലി ക്രോപ്പ് പ്ലാന്റ്സ് അബ്സോർബ് എ ലോട്ട് ഓഫ് നൈട്രജൻ. ക്രോപ്പ് പ്ലാന്റ്സ് കുറെ കണ്ടമാനം അല്ലേ നൈട്രജൻ അബ്സോർബ് ചെയ്യും. ആൻഡ് സോയിൽ ബിക്കം എ ഡെഫിഷ്യൻ്റ് ഇൻ. അതായത് ഇത് അബ്സോർബ് ചെയ്യും തോറും എന്താണ്? ആ ഒരു മിനറൽ സോഴ്സ് ഡെഫിഷ്യൻ്റ് ആയിട്ട് വരും.
You can learn that though nitrogen gas is available in plenty in the air, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പ്ലാന്റ്സ് അതിന് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. They can use carbon dioxide. Nitrogen is a soluble form. They need nitrogen. എന്താണ് അലിയണ ടൈപ്പ് നൈട്രജൻ ആണ് അവർക്ക് ആവശ്യം. Bacterium called rhizobium can take atmospheric nitrogen. അപ്പോൾ ഈ ബാക്ടീരിയ റൂട്ടിൽ പ്രസന്റ് ആയിരിക്കുന്ന ഒരു ബാക്ടീരിയ ആണ് എന്ത് റൈസോബിയം. അതിന് ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ അബ്സോർബ് ചെയ്യാൻ പറ്റും ആൻഡ് കൺവേർട്ട് ഇൻ ടു എ യൂസബിൾ. എന്നിട്ട് അതിനെ പ്ലാന്റ്സിന് എടുക്കാൻ പറ്റുന്ന രീതിക്ക് മാറ്റും. ബട്ട് റൈസോബിയം കനോട്ട് മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ്. റൈസോബിയം ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓഫൺ ലീവ്സ് ഇൻ റൂട്ട് ഓഫ്. അപ്പോൾ അതെന്താണ് വേരിലാണ് ജീവിക്കുന്നത്. ഗ്രാം, പീസ്, മൂങ്, ബീസ് ആൻഡ് അതർ ലെഗ്യൂംസ് ആൻഡ് പ്രൊവൈഡ് ദം വിത്ത് നൈട്രജൻ. അതായത് കുറേ പയർ വർഗ്ഗങ്ങളിലും ബീൻസിലും അല്ലെ പിന്നെ ലെഗ്യൂംസിലൊക്കെയാണ് അത് താമസിക്കുന്നത്. എന്നിട്ട് നൈട്രജൻ അബ്സോർബ് ചെയ്തിട്ട് യൂസബിൾ നൈട്രജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇൻ റിട്ടേൺ ദ പ്ലാന്റ്സ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ടു ദ ബാക്ടീരിയ. ഫുഡും ഷെൽട്ടറും ബാക്ടീരിയയ്ക്ക് സപ്ലൈ ചെയ്യും. Thus they have a symbiotic relationship, association of great significance to the farmers. They can reduce the use of nitrogen fertilizer with where leguminous plants are grown. Okay, they can reduce the use of അപ്പോൾ നൈട്രജൻ ഇത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ് ഫെർട്ടിലൈസറിൽ നിന്നും നൈട്രജൻ ലഭ്യമാക്കുന്നത് നമുക്ക് കുറയ്ക്കാം. മോസ്റ്റ് ഓഫ് ദ പൾസസ് ആർ ഒബ്റ്റെയിൻ ഫ്രം പൾസ് ഒക്കെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണത് സീരിയൽസ്, പൾസ്, ഗ്രെയിൻസ് ഇതൊക്കെ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്? പയർവർഗ്ഗങ്ങൾക്ക് ലെഗ്യൂമിനസ് പ്ലാന്റ്സിൽ നിന്നും. In this chapter you learn that most of the plants are autotrophic. Only a few എന്താണ് parasiticum, saprophyticum. They derive nutrition from other organisms. All animals are categorized into heterotrophs since they depend on plants and other animals for food. Keywords ഏതൊക്കെയാ? Autotrophic, chlorophyll, heterotrophs, host. Insectivorous, nutrition, parasite. Photosynthesis, saprotrophic, stomata. What you have learned? All organisms need food and utilize it to get energy for growth and maintenance of the body. Green plants synthesize food for themselves by the process of photosynthesis. They are എന്താണ് autotrophs ആണ്. Plants like cuscuta എന്താണ് parasites ആണ്. They take food from the host plant. Plants use simple chemical substances like carbon dioxide, water and minerals for the synthesis of food. Chlorophyll, water, carbon dioxide and sunlight are the essential requirement for photosynthesis. Complex chemical substances such as carbohydrate are the product of photosynthesis. Solar energy is absorbed by the chlorophyll present in leaves plants. Oxygen is produced during photosynthesis. Oxygen released in photosynthesis is utilized by living organisms for their survival. Many fungi derive nutrition from dead and decay matter. They are saprotrophs. A few plants and animals are dependent on others for their nutrition and are heterotroph. Okay, so that's all about this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.